തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 11 വരെ സമയം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്കാണ് സമയപരിധി നീട്ടി നൽകിയത്. കരട് പട്ടിക പുറത്തിറക്കുന്നത് ഡിസംബർ 16 മാത്രമാണ്. ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പുറത്തുവരുന്നത്. എല്ലാ വോട്ടർമാരെയും കൂട്ടിച്ചേർക്കുക ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധിയാണ് നീട്ടിയത്. കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ്. പ്രധാനമായും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ഡിസംബർ 11 വരെയും കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. ഡിസംബർ 16 അന്തിമമായി ഇത് നടപ്പിലാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 81% ഇത്തരത്തിൽ പ്രക്രിയകൾ പൂർത്തിയായി എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഈ അർബൻ ഏരിയകളിലൊക്കെ തന്നെയും ചില സ്ഥലങ്ങളിൽ ഈ ഫോമുകൾ തിരിച്ചു കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ഈ ഒരാഴ്ച സമയം കാലയളവിൽ സാധിക്കുമെന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഈ നഗരപരിധിയിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയാത്തതും ഈ SIRമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിനൊക്കെ തന്നെയും പരിഹാരം കണ്ടെത്താൻ ഈ സമയം നീട്ടൽ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിട്ടുള്ളത്. മാത്രമല്ല, ഈ BLOമാരുടെയും BLAമാരുടെയും യോഗങ്ങൾ ചേരും. അതിനും ഈ ഒരാഴ്ച സമയം കൊണ്ട് സാധിക്കുമെന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരു നിർദ്ദേശം കൂടി ഈ ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം വെക്കുന്നുണ്ട്. ഈ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ ഈ ഫോമുകളൊക്കെ തന്നെയും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കൊടുക്കുവാൻ ശ്രമിക്കുക. അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോമുകൾ അവസാന നിമിഷം കൊണ്ടെത്തിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി ഫോമുകൾ പൂരിപ്പിച്ചതിന് ശേഷം കൃത്യമായി എത്തിക്കുവാനുള്ള ശ്രമം നടക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരുന്നത്. അതുവരേക്കും സൂക്ഷ്മമായ വിശകലനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് എല്ലാവിധത്തിലുള്ള ഒരു സമയം, ആ സമയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത്, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിൽ ആശങ്കകളൊക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഈ അന്തിമ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുവാൻ ഇനിയും കുറെ കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ അല്ലെങ്കിൽ ഫോമുകളിൽ ഏതെങ്കിലും ഒക്കെ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അതിന് കൂടുതൽ സമയം ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ സമയക്രമം നീട്ടി നൽകിയതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ 85% ആളുകളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നൊരു ഡാറ്റയാണ് ഇന്നലെ മുതൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇന്നത്തെ വിശകലനം അനുസരിച്ച് 90% എന്ന ഒരു കണക്ക് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സമയപരിധി നീട്ടി നൽകിയതിലൂടെ എല്ലാ ജനങ്ങളെയും, പ്രത്യേകിച്ച് വോട്ടെടുപ്പിന് തയ്യാറാക്കുക, കൃത്യമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നൊരു ലക്ഷ്യമാണ് മുന്നിലുള്ളത് എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ദിഷ്ണയാണ് വിശദാംശങ്ങൾ നൽകി. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിലെ പിന്നെ ബാക്കി എല്ലാ സംസ്ഥാനത്ത് യൂണിയൻ ടെറിട്ടറീസിലെ എന്യൂമറേഷൻ പീരിയഡ് 4 ഡിസംബർ ആയിരുന്നു അവസാനം ഒരു തീയതി എന്ന് നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ റിവൈസ്ഡ് ആയിട്ട് 11 ഡിസംബറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് റോള് നേരത്തെ 9 ഡിസംബറാണ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടി ഇരുന്നത്. ഇപ്പോൾ അത് 16 ഡിസംബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പീരിയഡ് 9 ഡിസംബർ മുതൽ 8 ജാനുവരി വരെ ആയിരുന്നു. അതിപ്പോൾ 16 ഡിസംബർ മുതൽ 15 ജാനുവരി വരെ അത് നീട്ടിയിട്ടുണ്ട്. നോട്ടീസ് പീരിയഡ് പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സമയം 9 ഡിസംബർ മുതൽ 31 ജാനുവരി വരെ ആയിരുന്നു. അതിപ്പോൾ 16 ഡിസംബർ മുതൽ 7 ഡിസംബർ വരെ അത് നീട്ടിയിട്ടുണ്ട്. ഫൈനൽ റോൾ പബ്ലിഷ് ചെയ്യേണ്ട നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമയം അത് 7 ഫെബ്രുവരി ആയിരുന്നു. അതിപ്പോൾ 14 ഫെബ്രുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.